ഓ ഓ ഓ ഉം. കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി ദേ പൊട്ടും തൊട്ടു അല്ലേടാ? അവിടെ മോളെ പോയോ എടുത്തി? ആ അവള് രാവിലെ സ്കൂളിലേക്ക് പോയി. ഇവിടുന്ന് പോയി വരാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതുവഴി അങ്ങ് കൊണ്ടുപോയിക്കോളാം. എടുത്തി ഒരു കാര്യം ചെയ്, എടുത്തി നാളെ ഇങ്ങ് പോയിക്കോ. അയ്യോ, അപ്പൊ കുഞ്ഞിന്റെ കാര്യം? ആ, അതിന് ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ നോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ വേണമെന്നില്ല, അർച്ചന മാത്രം മതി. ഇനി മൂന്നിന്റെ അന്ന് നീ തനിക്കുണം കാണിച്ചിട്ട് പിന്നെ അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാതെ ഇരിക്കരുത് കേട്ടല്ലോ. ഏയ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാ. ഓ, എന്നെക്കാളും മോളെ നോക്കാൻ പറ്റുന്ന ചേച്ചിക്ക് തന്നെയാ. ദാ, ഇവളെ ചേച്ചി തന്നെ വളർത്തിയാ മതി. ചേച്ചി അനിയത്തി ഒന്നു ചേർന്നതിന്റെ സന്തോഷം അവന്തിക മാറ്റി തരുന്നുണ്ട്. ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. എന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട് ആതിരയുടെ മനസ്സ് മാറിയത്. ഒരിക്കൽ കൂടി ശിവപുരത്തെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം സച്ചേട്ട. ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള എല്ലാ അവകാശവും ഞാൻ ചേച്ചിക്ക് തന്നിരിക്കുക. വാവേ, ഇത് നിന്റെ അമ്മയാ കേട്ടോ. ഓ ഓ. നീ ഊട്ടുന്നതും താലോലിക്കുന്നതും വല്ലവന്റെ കുഞ്ഞിനെയാണ് ആതിരെ. നീ നോക്കിക്കോ, നിന്റെ കുഞ്ഞിനെ നീ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇന്ന്
ഇന്നത്തോടെ അതിന്റെ കഥ ഞാൻ തീർക്കും. ഏതൊരു മരമായാലും പുരയ്ക്ക് മേലേക്ക് ചാഞ്ഞാ അത് അപകടമാണ്.